മോദിക്കെതിരെ ഒരു ഇല പോലും അനങ്ങിയാൽ അത് വിജയത്തിന്റെ തുടക്കമാണ്. 10 വർഷത്തിനിപ്പുറം മോദി അധികപറ്റാകുമ്പോൾ എതിർക്കാൻ ഒന്നല്ല രണ്ടല്ല 1000 പട തന്നെയുണ്ട്. മോദിയെ എതിർത്ത സൈബർ ആക്രമണം മുതൽ രാജ്യം കടത്തൽ വരെ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ മോദിക്കായി ഒരു എതിരാളി പിറന്നിരിക്കുകയാണ്. കൂട്ടത്തോടെയല്ല, ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒറ്റയാൾ പോരാളി. അതും മോദിക്ക് നേർക്ക് നേരെ കണ്ണിൽ നോക്കി മോദിയെ വെല്ലുവിളിക്കാനായി മോദി തട്ടകമായ വാരണാസിയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ശ്യാം രംഗീല. അടുത്തിടെ മോദിയെ വിമർശിച്ചതിന് വ്യാപകമായി സൈബർ ആക്രമണം നേരിട്ട കൊമേഡിയൻ രാജസ്ഥാനിലെ ഹനുമാൻഗഡ് സ്വദേശിയായ ശ്യാം രംഗീല. നരേന്ദ്രമോദിയുടെ ഇതിന് സമാനമായ വസ്ത്രം ധരിച്ച ജലാന പുൽപ്പുല്ലി സങ്കേതത്തിൽ നീൽഗായി മൃഗത്തിന് ഭക്ഷണം നൽകുന്ന ശ്യാമിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ താരത്തിന് വനം വകുപ്പ് നോട്ടീസും അയച്ചു. സംഭവത്തിൽ വലിയ സൈബർ ആക്രമണവും താരം നേരിടേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് താൻ മോദിക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നും നൽകുന്ന നാമനിർദ്ദേശ പത്രിക ആരൊക്കെ തള്ളുമെന്നറിയില്ല എന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. 2014 താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായിയായിരുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ താൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെയും താൻ വീഡിയോ ചെയ്തിരുന്നു. അടുത്ത 70 വർഷത്തേക്ക് BJPക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി സ്ഥിതി മാറിമറിഞ്ഞു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കും. ശ്യാം രംഗീല മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 10 വർഷം കൊണ്ട് തന്നെ മോദി വെറുപ്പിന്റെ രാജകുമാരനും വിദ്വേഷത്തിന്റെ പീരങ്കിയുമായി കഴിഞ്ഞു. തീ തുപ്പുന്ന മോദിയെ ഇനി ആവശ്യമില്ല. അതിനായി കൂട്ടമില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനും റെഡിയായിട്ടാണ് ആളുകൾ മത്സരക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. തോറ്റാലും കുഴപ്പമില്ല, മോദിയെ എതിർത്താൽ മതിയെന്ന നിലപാടിലാണ് ഇന്ന് ഓരോ യുവാക്കളും. അത് മോദിക്കും കൂട്ടർക്കും നല്ല പോലെ അറിയുകയും ചെയ്യാം. കാരണം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ലക്ഷ്യം വെക്കാതെ മതത്തിന്റെ വിത്തുകൾ സ്കൂളുകൾ വഴി കുട്ടികളിലേക്കും റാലികൾ വഴി മുതിർന്നവരിലേക്കും എത്തിക്കാൻ നോക്കുന്നത്. ഒരു പുൽക്കൊടിയെങ്കിലും മോദിക്കെതിരായിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ത്യയുടെ വിജയം. കാരണം ആ പുൽക്കൊടി മരമായി പിന്നീട് കാടായി മാറി രാജ്യത്തിന് തണൽ നൽകാൻ അധിക സമയം വേണ്ട എന്നുള്ളത് തന്നെ.